ബിജെപിയുടെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം മറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇവർ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി അതായത് സർക്കാരുകൾ ഇടപെട്ടു എന്നാണ് അവരുടെ വാദം. ജ്യോതി മൽഹോത്രയും ബിജെപിയുമായുള്ള ബന്ധം നേരത്തെയും ചർച്ച ചെയ്തിരുന്നു. പാകിസ്ഥാനിലേക്ക് പോകുന്ന വ്ളോഗ് ചെയ്യുന്ന സമയം പട്ടാളക്കാരനോട് ഹരിയാന ബിജെപി ടീം എന്നാണ് ജ്യോതി മൽഹോത്ര പരിചയപ്പെടുത്തിയത് എന്ന വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. 2025 ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത്. അതും കേരള ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി വ്ളോഗ് ചെയ്യാൻ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം വീണ്ടും വിവാദമാവുകയാണ്. അതും ബിജെപി നേതാക്കൾ രംഗത്ത് കൊണ്ടുവന്ന പ്രശ്നത്തിൽ ഇപ്പോൾ ബിജെപി തന്നെ കുടുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ സമയത്ത് വി മുരളീധരനോടൊപ്പം സഞ്ചരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിട്ടുള്ളത്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസമാണ് വി മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത്. ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഇവരുമായുള്ള വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. Vande Bharat trains coach has a facility that Vikasita Bharat. Union Minister for External Affairs V Muralidharan sir. Thank you so much sir. Ye new one. How this train is very important. New coach that has come. Vande Bharat trains coach has a facility that Vikasita Bharat. ഇപ്പോൾ എന്തായാലും മുഹമ്മദ് റിയാസിന് കൂട്ടായി എന്തായാലും വി മുരളീധരനുമുണ്ട്. അതായത് 2025 മെയ്യിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജ്യോതി മൽഹോത്ര അറസ്റ്റിലാവുന്നു. വിഷയത്തിൽ കേരള ടൂറിസം മന്ത്രിയെ ആണ് ആദ്യം കുറ്റം പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കേരള ടൂറിസം വകുപ്പ് മന്ത്രിയും ബിജെപി നേതാക്കളും ഒന്നിച്ച് ഒറ്റക്കെട്ടാണെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ. ഇത് ജനുവരി മാസം ഇവിടെ വരുമ്പോൾ പിന്നെ മെയ് മാസമല്ലേ, മെയ് മാസം നടന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായി പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ജനുവരി മാസത്തിൽ തന്നെ ഒരു ദൂരക്കാഴ്ചയോട് കൂടി ഇങ്ങനെ വരുന്ന ഓരോരുത്തരും, ഇനിയിപ്പോൾ നാളെ വന്ന പലരും ഉണ്ടാവും, ഇവരൊക്കെ മെയ്യിലോ അല്ലെങ്കിൽ ഏപ്രിലോ അല്ലെങ്കിൽ ജൂൺ മാസമോ ഇന്ന പ്രശ്നങ്ങളിൽ പെടും എന്ന് ഒരു ദൂരക്കാഴ്ച ആർക്കും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ വിവരം അറിയിക്കേണ്ടത് ആരാണ്? നമ്മുടെ രാജ്യത്ത് ഇത്തരം വിവരങ്ങൾ അറിയിക്കേണ്ടത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസികളാണ്. അങ്ങനെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഓക്കെ, അല്ല, ഈ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നു. വീണ്ടും വന്നു എന്ന് പറഞ്ഞാൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു, വോട്ട് ഷെയറും വർദ്ധിച്ചു. അന്ന് മുതൽ BJP ഇതര സർക്കാരുകളെ ആക്രമിക്കുന്നതിൽ വലിയ നിലയിലേക്കുള്ള അക്രമമാണ് കേരളത്തിൽ BJP കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. നമുക്ക് നൽകേണ്ട അർഹമായ ഫണ്ട് തരുന്നില്ല, നമ്മളെല്ലാ നിലയിലും ആക്രമിക്കുന്നു, ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു, അതോടൊപ്പം ഗവർണർ പദവിയെയും ഗവർണർ ഓഫീസിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പൊതുവെ ഇതിനെയൊക്കെ കാണേണ്ടതുണ്ട്. അത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാരിനെ BJP എല്ലാ നിലയിലും ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ബദലിനെ വക്രീകരിക്കാനുള്ള വലിയ ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ബാക്കി നമുക്ക് വരട്ടെ, അപ്പോൾ നോക്കാമല്ലോ. അല്ല അത് അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റും കൊടുത്തിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതല്ലേ. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങൾ. നമ്മൾ പൊതുവെ ആലോചിക്കുന്നുണ്ട് കാര്യങ്ങൾ.